ടോം, എന്റെ റിസൾട്ട് വന്നു. ഓ, എല്ലാത്തിനും ജയിച്ചു കാണും. അത് സാധാരണ. ടീന, താൻ തോറ്റിട്ടുമുണ്ട്, അത് മറക്കണ്ട കേട്ടോ. എപ്പോ? ഞാനോ? ടീന, താൻ സ്കോളർഷിപ്പിന് എഴുതിയിട്ട് കിട്ടാതെ പോയത് ഓർക്കുന്നില്ലേ? അതു പിന്നെ സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടില്ല. ഗ്രേസ് മാർക്ക് നോക്കിയേ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. മാത്സിന് മാർക്ക് കുറവായിരുന്നു ടീന. അതെ, കുറവായിരുന്നു. പക്ഷേ തോറ്റിട്ടില്ല ടോം. എനിക്ക് 67 ഉണ്ടായിരുന്നപ്പോ തനിക്ക് വെറും 52. അത് കഴിഞ്ഞ കൊല്ലം ടോം. ഈ എക്സാമിന് ടോമിന് മാത്സിന് എത്ര മാർക്ക് കിട്ടി? 90. ഒരു 10 കോടി കൂട്ടണം 90 ആവാൻ. റിസൾട്ട് ഞാൻ കണ്ടു ടോം. അതൊക്കെ കയറു ടീന. ഞാനിപ്പോ ഓക്കെ. ടീനയ്ക്ക് എത്ര കിട്ടി പറ? ടീനയ്ക്ക് മുട്ട കിട്ടിക്കാണും. ടോം, നനക്കിന്ന് പൊരിച്ച് തിന്നാം. മാഗിക്ക് പാരയാകുമോ ടീന? സാരമില്ല, രണ്ടുപേരും വാശിക്ക് മുട്ട ഇട്ടോളും. ഞങ്ങൾ കഴിച്ചോളാം. ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നേ? ഞാൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ. അത് പോട്ടെ, കാർലോസും റോക്കിയും സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല ടോം. ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വിഷയത്തിനും ഇവർക്ക് കിട്ടിയ മാർക്ക് വെച്ച് ഇവരുടെ പേരിൽ എക്സ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നേനെ. എക്സ് സൂപ്പർ മാർക്കറ്റ്? കളിയാക്കണ്ട ടീന, ഞങ്ങളും സ്കൂളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്കും അറിയാം കണക്കൊക്കെ. എനിക്കും കണക്കറിയാം. ഞാൻ 6 വരെ പഠിച്ചിട്ടുണ്ട്. എത്രാം ക്ലാസ് വരെ? ഓ, നിങ്ങൾക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. 2ാം ക്ലാസ് വരെ. റോക്കി ഇത്രയും പഠിച്ചിട്ടുണ്ടോ? റോക്കി, നീ പറഞ്ഞത് തെറ്റാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാർലോസ്, എനിക്ക് തെറ്റിയിട്ടില്ല. അതെ, റോക്കി പറഞ്ഞത് സത്യം തന്നെയാ. കാരണം അതേ ക്ലാസ്സിൽ ഞാൻ 7 വർഷം പഠിച്ചതാ. 7 വർഷം. കൈകൊണ്ട് കാണിച്ചതാവും സത്യം. താങ്ക് യു ടീന. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് റോക്കി. നീ മണ്ടൂസാ റോക്കി. നിന്നെ ഇവർ കളിയാക്കുക. ഞാൻ സഹിച്ചു. ശരി, തർക്കം വേണ്ട റോക്കി. റോക്കിയുടെ കയ്യിലുള്ള തീപ്പെട്ടിതാ. ടോം ഈ പ്രായത്തിൽ വീടി വലിക്കുന്നു. ഉണ്ടെങ്കിൽ എനിക്കും ഒരെണ്ണം താ. ഞാൻ ഈ പ്രായത്തിൽ എന്നല്ല, ഒരു പ്രായത്തിലും ഇങ്ങനത്തെ വൃത്തികെട്ട സാധനങ്ങൾ ഒന്നും വലിക്കില്ല റോക്കി. ഞാൻ മാത്രമല്ല, ബുദ്ധിയുള്ള ഒരാളും ബീഡിയോ സിഗരറ്റോ വലിക്കില്ല. വെറുതെ അല്ലേ റോക്കി വലിക്കുന്നേ. ബീഡി വലിക്കില്ലെങ്കിൽ പിന്നെന്തിനാ തീപ്പെട്ടി? തീപ്പെട്ടി കൊണ്ട് വേറെയും ഉപയോഗങ്ങളുണ്ട് റോക്കി. തീപ്പെട്ടി കൊടുക്ക്. രണ്ടുപേരും ശ്രദ്ധിച്ചോളൂ. പടക്കം പൊട്ടിക്കാനായിരിക്കും രക്ഷപ്പെടുന്നതാ ബുദ്ധി. കാർലോസിന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഇത്രയും പടക്കം പൊട്ടിക്കാൻ പോവാണോ? ഞാനില്ലേ. ഇത് പടക്കം പൊട്ടിക്കാനൊന്നും അല്ല റോക്കി. നമുക്ക് ഈ കണക്ക് നോക്കാം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കൂ. ഇതിൽ നിന്നും ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്താൽ ഉത്തരം ശരിയാകും. ഇതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? 9, 1 വര, 8, 2 വര, 3 വരയൊന്നുമില്ല. അതൊരു തെറ്റാണോ? കാർലോസിന് ശ്രമിക്കാം. എനിക്കല്പം സമയം വേണം, ആലോചിക്കട്ടെ.
ശരി ടോം, ഞങ്ങള് തോറ്റു. ഞങ്ങളല്ല, താൻ. ഞാൻ തോറ്റിട്ടില്ല. എനിക്ക് തോക്കാൻ മനസ്സില്ല. ഇതിന് വേണമെങ്കിൽ താൻ ഉത്തരം കണ്ടുപിടിച്ചു. ഇതിനുത്തരം കണ്ടുപിടിച്ചിട്ട് തലയ്ക്ക് വട്ടുപിടിക്കാൻ ഞാനില്ല. ഓഹോ, അപ്പൊ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതിന് ഉത്തരമുണ്ട്. എങ്കിൽ ഉത്തരം കാണിച്ചതാ. നിങ്ങൾ രണ്ടുപേരും തോറ്റെന്ന് സമ്മതിക്കൂ. ഞാൻ തോൽവി സമ്മതിച്ചു. റോക്കി, തോൽവി സമ്മതിച്ചേക്കണേ. പാവം പിള്ളേരല്ലേ. സമ്മതിക്കാം. പക്ഷേ ഉത്തരം ടീന കാണിക്കണം. അതെ, ചോദിച്ചത് ടോം ആണെങ്കിൽ ടോമിന് ഉത്തരം അറിയാമായിരിക്കും. ടീനയ്ക്കല്ലേ കുറെ മാർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞത്. ടീന കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ആഹാ, ശ്രമിക്കാം. അപ്പോ അറിയില്ലല്ലേ? ആഹാ, ശ്രമി ശ്രമി. ഏയ്, കള്ളക്കളി പാടില്ല. ടോം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാനും. ഇത് ശരിയല്ല. ടോമിന്റെ പിറകിലല്ലേ? അപ്പോ ഞാൻ അവനെ എങ്ങനെയാ കാണുന്നേ മണ്ടൂസേ? റോക്കി എന്റെ കൂടെ നടന്ന ഞാനും മണ്ടനാവും. ഓ, ഒരു ബുദ്ധിമാൻ. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെയും ഉത്തരം കണ്ടുപിടിക്കാൻ മേലായിരുന്നോ? എത്രയായി ടീന? അറിയില്ലല്ലേ? തോറ്റെന്ന് സമ്മതിക്കൂ. ടീന തോൽക്കില്ല. നോക്കാം. കലക്കി ടീന, യു ആർ ബ്രില്യന്റ്. എന്തോന്ന് 8 മാറി 6 കണക്ക് ശരിയാടാ മണ്ട. കാർലോസ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് റോക്കി. ഇത്തവണ ഞങ്ങൾ ജയിച്ചു. തോറ്റവർ ഏത്തമിടണം. 21 കൊള്ളികൾ എടുത്ത കണക്കായതുകൊണ്ട് 21 ഏത്തമിടണം. ഭാഗ്യം പെട്ടിക്കുള്ളിലെ മുഴുവനും എടുക്കാഞ്ഞത്. അത് വേണോ? സാരമില്ല, തോറ്റതല്ലേ. 20 എണ്ണമല്ലേ ഉള്ളൂ. ഇട്ടേക്കാം. കലക്കി ടീന, യു ആർ ബ്രില്യന്റ്. താങ്ക് യു ടോം. ഏയ്, ടീനയ്ക്ക് കിട്ടിയ മാർക്ക് ഇതുവരെ പറഞ്ഞില്ല. ടോമിന് കിട്ടിയെന്ന് പറഞ്ഞ മാർക്കിനൊപ്പം കടങ്കഥയുടെ മാർക്ക് കൂടി കൂട്ടിയാൽ എനിക്ക് കിട്ടിയ മാർക്കായി 93. അതുക്കും മേലെ 96. ബ്രില്യന്റ് ടീന. അത്രയും ഈസി ആയിരുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. അല്ല, എനിക്കും കിട്ടിയില്ല. കാർലോസേ, പഴംപൊരി. ആദ്യമായിട്ട് കാണുവാണോ? ആർത്തി കുറയ്ക്കേണ്ട റോക്കി. കഷ്ടം. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെയാണോ പഴംപൊരി എന്ന് വിളിച്ചു കൂവിയത്? ടീനയും പാല് വാങ്ങാൻ പോകുന്നത് എത്ര മണിക്കാണ്? വാച്ച് നോക്കാൻ അറിയാമോ? ഇല്ല. പിന്നെ എന്തിനാ എത്തി വലിഞ്ഞ് നോക്കിയത്? ഏയ്,
മണിയഞ്ചാകാറായി. ആരാ മണിയെ? എന്തായിരുന്നു അസുഖം? ഡോ, മണി 5 ആകാറായെന്ന്. ഓ അങ്ങനെ. ടോമും ടീനയും ഇപ്പോൾ പാല് വാങ്ങാനെത്തും. പാലിനൊക്കെ ഇപ്പൊ എന്താ വില പോളോ? ലിറ്ററിന് 40 രൂപ. കടമില്ല. കടം വേണ്ട. 4 ലിറ്റർ പാല് തപ്പോളോ. ഞങ്ങൾക്കും 1 ലിറ്റർ. എന്തിനാ ഇത്ര പിശക്കുന്ന ടോം? ഒരു 4 ലിറ്ററൊക്കെ വാങ്ങി വെച്ചൂടെ? കണക്കിന് തോറ്റതിന് പായസം വെക്കാനാണോ ഈ 4 ലിറ്റർ പാൽ? ഇത് ഞങ്ങൾ ജയിക്കുമ്പോ പായസം വെക്കാനാ. അതെപ്പോ? അതൊക്കെ ഉണ്ടോ? 5 ലിറ്ററോ 3 ലിറ്ററോ തരാം. 4ന്റെ ക്യാനില്ല. എനിക്ക് 4 ലിറ്റർ തന്നെ വേണം. 5ന്റെയും 3ന്റെയും ക്യാൻ കൊണ്ട് 4 ലിറ്റർ ആക്കാൻ അറിയില്ലേ? ആഹാ, അതെങ്ങനെ? അതെങ്ങനെ അളക്കാനാ കാർലോസ്? തനിക്കറിയില്ലെങ്കിൽ ബുദ്ധിമാന്മാരെ ഇവരുണ്ടല്ലോ ഇവിടെ. ഞാൻ ഇവരെ ചലഞ്ച് ചെയ്യുന്നു. പറ്റുമെങ്കിൽ സഹായിക്കുമ്പോളെ. ഓ, അതെന്തിനാ? ഇനി എളുപ്പം കാണിക്ക്. ഞാൻ 4 ലിറ്റർ അളന്നു കൊടുക്കാം കാർലോസ്. പക്ഷേ എനിക്കറിയണം കാർലോസിന് ഈ കണക്ക് അറിയുമോ എന്ന്. സത്യം പറ കാർലോസ്, ഈ കണക്ക് എവിടുന്ന് കിട്ടി? ഞാൻ പറയാം. അതെ, പഴംപൊരി വാങ്ങിയപ്പോ ഒരു കടലാസ് കിട്ടി. അപ്പ തുടങ്ങിയതാ ഈ വട്ട്. ഓഹോ, അപ്പൊ ക്വസ്റ്റ്യൻ മാത്രമേ കാർലോസിന് അറിയൂ. അതെന്താണെന്ന് അറിയണം. അത് നേരിട്ട് ചോദിക്കാൻ മടി, ചമ്മൽ, വില പോകുമോ എന്ന പേടി ഒക്കെ ഉണ്ട്. അല്ലേ കാർലോസ്? അത് തന്നെ. ഇവർ ക്ലാസ്സിൽ പോയി ബുദ്ധിമുട്ടി പഠിക്കുന്നതിന് ഗുണമെന്താണെന്ന് മനസ്സിലായോ കാർലോസിനും റോക്കിക്കും? അറിയുവാനുള്ള ആഗ്രഹം ഏത് പ്രായത്തിലും നല്ലതാണ് കാർലോസ്. പക്ഷേ അത് അറിവുള്ളവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതിലാണ് നന്മയുള്ളത്. അല്ലാതെ ചതിച്ചും പറ്റിച്ചും മനസ്സിലാക്കുന്നത് നിലനിൽക്കുകയില്ല. ഡോക്ടർ സാർ, ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം. ടോമിനോട് അതൊന്ന് കാണിക്കാൻ പറ. റോക്കി, അതിന് എന്റെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. ഈ മര്യാദയോടുകൂടി ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരാൻ തോന്നും. ടോമും പറഞ്ഞു തരും. എന്തു പറയുന്നു ടോം? തീർച്ചയായും ഡോക്ടർ. ഇനി ഈ 3 ലിറ്റർ ഞാൻ ടാങ്കിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുന്നു. എന്നിട്ട് ഇനി ഈ 2 ലിറ്റർ ഈ 3 ലിറ്റർ ക്യാനിലേക്ക് ഒഴിക്കുന്നു. കണ്ടല്ലോ കാർലോസ്, ടോം 5 ലിറ്ററിന്റെ ക്യാനിൽ ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, ടോം തന്നെ പറയട്ടെ. അതാ അതിന്റെ ശരി. എന്നിട്ട് ഈ 5 ലിറ്റർ ക്യാനിൽ നിന്നും 1 ലിറ്റർ. ഓ, എനിക്ക് പിടികിട്ടി. 3 ലിറ്റർ ക്യാനിലേക്ക് ഒഴിക്കുന്നു. ഇപ്പോ എന്റെ കയ്യിലുള്ള ഈ 5 ലിറ്റർ ക്യാനിൽ എത്ര ലിറ്റർ പാലുണ്ട്? 4 ലിറ്റർ. ആഹാ, കലക്കിട്ടോ. കൊള്ളാം ടോം. ടീന ഒരു കാര്യം പഠിച്ചു. അതെന്താണ് കാർലോസ്? ആരെയും കൊച്ചായി കാണരുത്. അത് ഒരു ചെറിയ കൊച്ചാണെങ്കിൽ പോലും. അതേതാ കാർലോസ് ആ കൊച്ച്?
Tuna.